എന്തിന് ഇടതുപക്ഷത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം UDFിൻ്റെയും മറ്റ് ക്യാമ്പുകളുടെയും പ്രചരണം ഇവർ തുലോം അശക്തരാണല്ലോ എന്ന രീതിയിലുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? എന്തിനു വോട്ട് ചെയ്യണം? നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം എടുത്താൽ അതിനുള്ള ഉത്തരമുണ്ട്. കാരണം ഈ 5 വർഷക്കാലമാണ് BJPക്കൊരു തുടർഭരണ അവസരം ലഭിച്ചത്. ആ തുടർഭരണ അവസരം അവർ തുടക്കം തന്നെ RSSൻ്റെ തീവ്ര ഹിന്ദുത്വ പരിപാടി നടപ്പാക്കുന്നതിനായിരുന്നു. അങ്ങനെ തീവ്ര RSSൻ്റെ പരിപാടിയാണ് സ്വതവേ നടപ്പാക്കുന്നത്. പക്ഷേ തീവ്ര ഹിന്ദുത്വ പരിപാടി നടപ്പാക്കുക എന്ന അജണ്ട ഈ രണ്ടാം ഊഴത്തിലാണ് എടുത്തത്. അതിനോട് പ്രതികരിച്ച രീതി നമ്മുടെ രാജ്യം അതീവ ഉത്കണ്ഠയോടെ കാണുന്ന ഒന്നാണ്. നിങ്ങളെ ചോദ്യം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടത് എന്നാണല്ലോ. 2019 മെയ് മാസത്തിലാണ് രണ്ടാം ഊഴം BJP ഗവൺമെൻറ് കിട്ടുന്നത്. ഡിസംബർ ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുപോകും. അതായിരുന്നു പൗരത്വ നിയമ ഭേദഗതി. ആ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യതലസ്ഥാനത്തും മറ്റും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. പക്ഷേ ആ പ്രക്ഷോഭത്തിലൊക്കെ ഇടതുപക്ഷ സാന്നിധ്യം നല്ല രീതിയിൽ പ്രകടമായിരുന്നു. അതെ, ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ഘട്ടത്തിൽ ജനുവരി ആയപ്പോൾ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ അടക്കം പേരുണ്ടായി. പക്ഷെ ഇവിടെയൊന്നും കോൺഗ്രസിനെ കണ്ടേയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസക്തിയാണല്ലോ നിങ്ങളെ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ എവിടെയും കോൺഗ്രസിനെ കണ്ടില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യം നല്ല നിലക്ക് ഉയർന്നു വന്നു. ആകെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ മാത്രമായിരുന്നു. അതിവിടെ സ്വീകരിച്ച സമീപനം എല്ലാവരെയും കൂട്ടി ഒന്നിച്ചു നിർത്താനുള്ള ശ്രമം, അതിൽ നിന്ന് അപ്പോൾ അവർ പിന്മാറിയില്ല, ഒന്നിച്ചു നിന്നു. ഒന്നിച്ച് കുറേ പരിപാടികൾ നടത്തി. പ്രതിഷേധ സംഗമം, സർവകക്ഷി യോഗം, നിയമസഭാ യോഗം, ഐകണ്ഠ്യ പ്രമേയം പാസാക്കൽ, എല്ലാം ഒന്നിച്ചാണ്. അതിനെല്ലാം ശേഷമാണ് ഞങ്ങൾ ഇനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം നടത്താൻ എന്താ കാരണം? സാധാരണ സർക്കാർ എന്തെങ്കിലും തെറ്റായ സമീപനം സ്വീകരിച്ചെങ്കിൽ അത് പറഞ്ഞിട്ടായിരിക്കും ഈ പറഞ്ഞ പ്രഖ്യാപനം നടത്തുക. ഇതേവരെ അങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരു കാരണം മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം രാജ്യത്ത് എവിടെയും ഇല്ലാത്ത നില നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല, നിങ്ങൾ പിൻവാങ്ങണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. അത് ഈ ക്യാമ്പയിനിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിച്ചതാണ്. അതിനാരും മറുപടി പറഞ്ഞിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു നേതാവും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വസ്തുതയാണെന്നർത്ഥം. ഇത് 4 വർഷം മുൻപുള്ള കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലെത്തിയപ്പോഴാണ് ആ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള ചട്ടം കൊണ്ടുവന്നത്. ചട്ടത്തിൻ്റെ കാര്യത്തിലും കോൺഗ്രസിന് അഭിപ്രായമില്ല. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ടൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഇത് സംഘപരിവാർ അജണ്ടയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അവരത് പറയാറുണ്ട്. അതെ, മതനിരപേക്ഷതയാണല്ലോ വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്നത്. അത്തരമൊരു കാര്യത്തിൽ കോൺഗ്രസിന് അഭിപ്രായമില്ല. കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ രാത്രി ആലോചിച്ച് പറയാമെന്നാണ് പരിഹാസ രൂപേണുള്ള മറുപടി. ഈ യാത്ര നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം ലോകത്തുള്ള എല്ലാ കാര്യത്തെയും പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് മാത്രമില്ല. അപ്പോൾ എന്താണ് അങ്ങനെ വരാൻ കാരണം? അതൊരു ഭാഗം.
തെരഞ്ഞെടുപ്പ് എടുത്തു. തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഭാവികമായും പ്രകടന പത്രിക പുറത്തിറക്കി. ഞങ്ങൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അർത്ഥശങ്കക്കിടയില്ലാതെ ഇത് ഈ നിയമഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും എന്ന് തർപ്പിച്ച് പറഞ്ഞു. 2 പ്രകടന പത്രികയിലുണ്ടായി. അതെ. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇറങ്ങി, ഒരു ഭാഗവും പരാമർശിച്ചില്ല. അതെന്തുകൊണ്ടാണ് പരാമർശിക്കാതിരുന്നത്? പരാമർശിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അത് പ്രകടന പത്രിക വായിക്കാത്തത് കൊണ്ടും ആ പേജ് വായിക്കാത്തത് കൊണ്ടും ഇന്ന ഖണ്ഡിക വായിക്കാത്തത് കൊണ്ടുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചാക്ഷേപം ഉന്നയിക്കുന്ന നിലയുണ്ടായി. വായിക്കാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു, അങ്ങേക്ക് അതിന്റെ ഭാഗം അയച്ചു തന്നു എന്നൊക്കെ അവകാശപ്പെട്ടു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏതായാലും അദ്ദേഹം അയച്ചത് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇതൊന്നും ഒരു രഹസ്യമല്ലല്ലോ, പ്രകടന പത്രിക പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ആ ദിവസം ഞാൻ പത്രക്കാരെ കണ്ടത് പ്രകടന പത്രികയുമായിട്ടായിരുന്നു, കോൺഗ്രസിന്റെ പ്രകടനം. അതിന്റെ പേജ് എടുത്തു, ഈ പറഞ്ഞ ഖണ്ഡിക എടുത്തു. എവിടെയും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കുപോലും ഇല്ല. എന്താണ് കോൺഗ്രസ്സിന് വിഷമം? അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ചുമതലയുള്ള, ഇവിടുത്തെ KPCC പ്രസിഡൻ്റ് ചുമതലയുള്ള UDF കൺവീനർ പരസ്യമായി പറഞ്ഞു പിന്നെ ഒരു ഘട്ടത്തിൽ, ഇത് ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അത് അങ്ങനെ ഒരു ന്യായം പറഞ്ഞാൽ ശരി. പക്ഷേ മനസ്സില്ല എന്ന് പറയുമ്പോൾ ഏത് മനസ്സാണ് ഇല്ലാതായത്? എന്താണ് പ്രശ്നം? ഇല്ലാതാകുന്നത് മതനിരപേക്ഷ മനസ്സാണ്, ചേരുന്നത് സംഘപരിവാർ മനസ്സിനോടാണ്. ഇതാണ് നാം കാണേണ്ടത്. നമ്മുടെ രാജ്യത്ത് കോടാനുകൂടി ജനങ്ങൾ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ കുടുംബത്തിനും തനിക്കും ഈ മണ്ണിൽ കഴിയാൻ പറ്റുമോ എന്ന് ആശങ്കപ്പെടുന്ന നിലയാണുള്ളത്. അവരുടെ അടുത്ത് നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം എത്തിക്കലാണ് നമ്മുടെ നാട്ടിൽ നടന്ന പ്രക്ഷോഭങ്ങൾ. കേരളത്തിലെ LDF ഗവൺമെൻറ് ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയത്. നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ 4 വർഷം മുൻപ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDF തീർത്ത മനുഷ്യച്ചങ്ങല ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങളൊറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകലാണ്. എന്താണ് കോൺഗ്രസ്സിന് അതുമായിട്ടൊന്ന് അത്തരത്തിലൊരു നിലപാടെടുക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് സംഘപരിവാർ മനസ്സിനോടൊപ്പം നിൽക്കുന്നത്? ഇതാണ് ഒരു ഭാഗം. ഇവിടെ തന്നെ നാം കാണേണ്ടത് BJP സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എടുത്ത രണ്ടാമത്തെ പ്രശ്നമുണ്ട്. ഈ ഭരണഘടന വന്നപ്പോൾ തന്നെ, നമ്മൾ അംഗീകരിച്ചപ്പോൾ തന്നെ അതിനെതിരെ നിലപാടെടുത്തിയ ഒരു വിഭാഗമാണ് RSS. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അതിൽ ഒന്ന് മതനിരപേക്ഷതയായിരുന്നു, മറ്റൊന്ന് ജമ്മു കാശ്മീരിന് അനുവദിച്ച പ്രത്യേക പദവിയായിരുന്നു. അത് റദ്ദ് ചെയ്യണം, 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം എന്നവർ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നതാണ്. ആ RSS അജണ്ട നടപ്പാക്കാൻ പുറപ്പെട്ടതും ഈ രണ്ടാം നടപ്പിലാക്കി കഴിഞ്ഞു വളരെ. അതെ, ഈ രണ്ടാം ഊഴത്തിലാണ്. അപ്പോൾ അത് ആഭ്യന്തരമന്ത്രി ഒരു ദിവസം ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ്. സാധാരണ ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കണം ഇത്തരം ഒരു കാര്യത്തിന്. ഒന്നുമില്ലാതെ ഒരു ദിവസം എഴുന്നേറ്റ് പെട്ടെന്ന് ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ പ്രത്യേക പദവി 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നു, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദാക്കുന്നു, ജമ്മു കാശ്മീരിനെ തന്നെ കഷ്ണങ്ങളായി വിഭജിക്കുന്നു. ഇത്രയും വന്നപ്പോൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം അതിൽ പ്രതിഷേധിക്കാൻ രംഗത്ത് വന്നു. രാജ്യത്ത് ശക്തമായ പ്രതിഷേധം ഉയർന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ശബ്ദം ആ രീതിയിൽ ഉയർന്നോ? സാങ്കേതികമായി എതിർത്തു എന്നുള്ളതല്ല പ്രശ്നം. ഈ കനത്ത പ്രതിഷേധം ഉയരുകയാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും കോൺഗ്രസിൻ്റെ ശബ്ദം ആ രീതിയിൽ ഉയരുന്നത് കണ്ടില്ല. ഉണ്ടായ ആക്ഷേപം കോൺഗ്രസ്സിലെ പലരും BJPയെ രഹസ്യമായി അഭിനന്ദിച്ചു എന്നാണ് ഇക്കാര്യത്തിൽ. ഒരാളുടെ കാര്യമെങ്കിലും രഹസ്യമല്ല. അത് രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ്, അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല ഈ BJP ചെയ്ത ഈ നല്ല കാര്യം. അപ്പോൾ ആവേശഭരിതനായി അദ്ദേഹം കോൺഗ്രസ് വിട്ടു, BJPയിൽ ചെന്നു. BJP അദ്ദേഹത്തെ സ്വീകരിച്ച് നേരെ രാജ്യസഭാംഗത്വം കൊടുത്ത് BJPയുടെ MP ആണ് വീണ്ടും രാജ്യസഭയിലേക്ക് അയച്ചു.
ഇത്തരത്തിലുള്ള എത്ര സംഘപരിവാർ മനസ്സുകാർ കോൺഗ്രസിനോട് സി എം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇത് കുറെ കാലമായിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്, ഇത് ഒരു മാറ്റമാണ് സി എം കാണുന്നത്. കാരണം സി എം വളരെ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത്. ഈ മാറ്റം എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെ കോൺഗ്രസിൽ എന്താണ് ഈ മാറ്റം ഉണ്ടായത്? അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ ഇതിൽ? കോൺഗ്രസിൻ്റെ മാറ്റം ക്രമാനുഗതമായി വന്നതാണ്. നേരത്തെ തന്നെ കോൺഗ്രസിൽ ഇത്തരം ചിന്താഗതിക്കാരുണ്ട്. പക്ഷേ ആ ചിന്താഗതിക്കാരായിരുന്നില്ല മേധാവിത്വം വഹിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ നേതൃതലത്തിലിരിക്കുമ്പോൾ ആ മതനിരപേക്ഷതയുടെ ചിന്താഗതിക്കാണ് ഏറ്റവും ശക്തമായിട്ട് സ്വാധീനം ഉണ്ടായത്. മാത്രമല്ല മറ്റ് വാദഗതികളെ നഖശികാന്തം എതിർക്കുന്ന നിലയിൽ സ്വീകരിച്ചു. മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നും അന്നത്തെ കാലം കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചില്ല. എന്നാൽ കോൺഗ്രസിനകത്ത് അപ്പോഴും ഈ അഭിപ്രായം ശക്തമായിട്ടുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ വന്ന് നരസിംഹറാവുവിൻ്റെ കാലമായപ്പോൾ പ്രത്യക്ഷത്തിലായി. നരസിംഹറാവു തന്നെ സ്വീകരിക്കുന്ന നിലപാടുകൾ കോൺഗ്രസിൻ്റെ പരമ്പരാഗത നിലപാടിൽ തീർത്തും വിരുദ്ധമായ ഒന്നായി. അവിടെയാണ് കോൺഗ്രസിന് വലിയ മാറ്റം സംഭവിച്ചത്. ഇപ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരത്തിൽ ബാക്കി നിൽക്കുന്നത്, ഇത്തരം ഒരു പൊളിറ്റിക്കൽ സെനോരിയോ ദേശീയ തലത്തിലുണ്ട്. പക്ഷേ ഈ ദേശീയ തലത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്താൽ ഇതെല്ലാം സംരക്ഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി, എഷ്വറൻസ് എത്രമാത്രമാണ് എന്നുള്ളത്. കാരണം ഒരു തുലോം ന്യൂനപക്ഷമായി പോകില്ലേ എന്നുള്ളൊരു ആശങ്ക വോട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാകില്ലേ? അതിൽ നമ്മൾ 2004 തെരഞ്ഞെടുപ്പാണ് നോക്കേണ്ടത്. 2004 വാജ്പേയിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ്റായിരുന്നു BJP. ആ ഗവൺമെൻറ് രണ്ടാം ഊഴം ചോദിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഷൈനിങ് ഇന്ത്യ എന്ന അതെ. ആ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രതീക്ഷയിലായിരുന്നു വാജ്പേയി ഉണ്ടായിരുന്നു. പക്ഷേ രാജ്യം ജനങ്ങൾ കണ്ടത് രണ്ടാം ഊഴം വലിയ അപകടം രാജ്യത്തിന് ചെയ്യുമെന്ന്. അതിൻ്റെ ഭാഗമായി BJPക്ക് ഭൂരിപക്ഷം നൽകിയില്ല. അപ്പോൾ ജനാഭിലാഷം മാനിച്ചാണ് അന്ന് ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് പിന്തുണ കൊടുക്കുന്നത്. അതെ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സാഹചര്യം വെച്ചാൽ ആ ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഇടതുപക്ഷ പിന്തുണയുണ്ടായതുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ നയങ്ങളും നടപ്പാക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ്റായി മാറി. കാരണം പലതിലും ഇടതുപക്ഷം അത് പറ്റില്ല എന്ന അങ്ങനെ നിലപാടെടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ നടപ്പാക്കാൻ ആഗ്രഹിച്ച ഒന്നായിരുന്നു ആസിയാൻ കരാർ ഒപ്പിടൽ. വാജ്പേയി തുടക്കം കുറിച്ചതാണ്. ഇവർക്കത് നടപ്പാക്കണമെന്നുണ്ടായിരുന്നു. അത് പാടില്ല എന്ന നിലപാടിൽ ഇടതുപക്ഷം എടുത്തു. അപ്പോൾ അത് നടപ്പാക്കിയില്ല. ആ കരാർ ഒപ്പിട്ടില്ല, അന്നേരം ഒപ്പിട്ടില്ല. നമ്മുടെ ലോകത്ത് ആ ഘട്ടത്തിൽ ഒരുപാട് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബാങ്കിങ് മേഖലയിലും ധനകാര്യ മേഖലയിലുമാണ് നടന്നത്. ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങൾ. അതിൻ്റെ ഭാഗമായി ഇവിടെ അത് നടപ്പാക്കണം എന്ന് കോൺഗ്രസ്സിന് നിർബന്ധമുണ്ടായി. അപ്പോൾ അത് ഗുണമല്ല ചെയ്യുക, അത് ആവശ്യമില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. പക്ഷേ അതിൻ്റെ ഗുണം നമ്മുടെ രാജ്യത്തിന് കിട്ടി. അതായത് ലോകത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ ബാങ്കിങ് സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും തകർന്നു പോയി. നമ്മുടെ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. കാരണം ഈ പരിഷ്കാരം നടപ്പാക്കത്തിൻ്റെ ഭാഗമായിരുന്നത്. പിന്നെ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി. നമ്മുടെ രാജ്യത്ത് വനാവകാശ നിയമം വന്നു. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സ്വാമിനാഥൻ കമ്മീഷനെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഇടതുപക്ഷം ഉണ്ടായാൽ വരുന്ന മാറ്റാണിതൊക്കെ. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഫലം എന്തായി? ഇടതുപക്ഷത്തെ കോൺഗ്രസ് ഒരു പൊല്ലാപ്പായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ആ ഇടതുപക്ഷത്തെ ഒഴിവാക്കണം എന്നതാണ് അവർക്ക് പിന്നീടൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ വല്ലാത്ത താല്പര്യമായിട്ട് വന്നു. അതിലേക്ക് പിന്നെ കാര്യങ്ങൾ നീക്കുന്ന നിലയുണ്ടായി. പക്ഷേ മൊത്തമായിട്ടെടുത്താൽ ആ ഗവൺമെൻറ് ഒരു ജനദ്രോഹ ഗവൺമെൻറ്റായി മാറിയില്ല. അതിൻ്റെ കാരണം ഇടതുപക്ഷം ഉണ്ടായതുകൊണ്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ കാരണമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രസക്തമാകുന്നത്. അല്ല, അതാണ് രണ്ടാം UPA വരാനിടയായത്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം, വിശദമായി പറയാതെ ഞാൻ പറയാം. രണ്ടാം UPA ഗവൺമെൻറ് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ തനി സ്വഭാവം കാണിച്ചു. ഇടതുപക്ഷമില്ല, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ല, ഞങ്ങൾ സ്വതന്ത്രമായി എന്നുള്ള ആശ്വാസത്തിലാണ് അവർ. അപ്പോഴാണ്
ആസിയാൻ കരാർ നടപ്പാക്കിയത്. അത് എത്രമാത്രം ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കിയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പിന്നെ ഒന്നാം UPA സർക്കാർ വെച്ച സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടി. അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ താങ്ങുവിലയെപ്പറ്റി അന്ന് കോൺഗ്രസ് കണ്ടത് ആ താങ്ങുവില മാർക്കറ്റ് പൊളിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടത് അംഗീകരിക്കുന്നില്ല, ആ റിപ്പോർട്ടേ തള്ളുന്നു. ഇതായിരുന്നു രണ്ടാം UPA സർക്കാരിൻ്റെ നില. കടുത്ത ജനദ്രോഹ നടപടികളിലേക്ക് നീങ്ങി. അത് സമരം തുടങ്ങിയപ്പം അതാണ് ജനങ്ങളിലാകെ അസംതൃപ്തി ഉണ്ടാക്കിയത്, കടുത്ത അസംതൃപ്തി. ആ അസംതൃപ്തിയാണ് BJPക്ക് ഉപയോഗിക്കാൻ അവസരം കിട്ടിയത്. അങ്ങനെയാണ് 2009 മോദി സർക്കാരിൻ്റെ ആദ്യത്തെ വരവ്. BJPക്ക് അവസരം കൊടുക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ തെറ്റായ നയമാണ്, ജനവിരുദ്ധ നയമാണ്. ആ ഗവൺമെൻറ് ജനവിരുദ്ധ നയമാണ്. അപ്പോൾ ഇടതുപക്ഷം ഉണ്ടായാലുള്ള ഗുണം, ഇടതുപക്ഷം ഇല്ലാതിരിക്കുമ്പോഴുള്ള ദോഷം, ഇതെല്ലാം നമ്മുടെ രാജ്യം കണ്ടതും അനുഭവിച്ചതുമാണ്. ഇപ്പോൾ നമ്മുടെ 2019 ശേഷമുള്ള 5 വർഷക്കാലം കേരളത്തിൽ നിന്നൊക്കെ പോയ ഇടതുപക്ഷ MP-മാർ വളരെ ചുരുങ്ങിപ്പോയല്ലോ. LDFന് ആകെ 2 പേര് അവസാനമുള്ളൂ, ആലപ്പുഴയും പിന്നെ കോട്ടയും. ഈ ബാക്കി 18 പേരും UDFൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർ നിശബ്ദ പാലിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതേസമയം ഇടതുപക്ഷം ഉണ്ടായിരുന്നെങ്കിലോ ശക്തമായ ഇടപെടൽ നടക്കും. ആ ഇടപെടൽ നടന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രയാസമുണ്ടാക്കിയ കാര്യം.